ജനുവരി 31 അന്നാണ് ഞാൻ ഇതേപോലെ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നത്. മനസ്സിലായി? ജനുവരി 31 കണ്ടിന്യൂ. ജനുവരി 31 ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. ഈ ജനുവരി 29-30 ഈ അബിൽദേവ് എന്നെ വിളിച്ചിട്ട്, എടാ നിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ എടുത്തിടും, നീ എനിക്ക് ഫണ്ട് അയച്ചു തന്നില്ലെങ്കിൽ നിന്റെ വീഡിയോ എടുത്തിടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവനെ ചീത്ത വിളിച്ചു. മനസ്സിലായി? അവന്റെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി എന്നെ വിളിക്കുന്നതല്ല, ഇവർ എന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം കട്ട് ചെയ്ത് വിട്ടു. വീണ്ടും എടുത്തിട്ട് എന്റെ അടുത്ത് പറയാണ് ഇതേപോലെ, എന്താണ് റോബിൻ എന്റെ കാശ് അവിടെ, നിന്റെ കാശോ? അതിലാണ് ആ വോയിസ്. അങ്ങനെ ഏത് കാശ്? അപ്പൊ ഞാൻ ചോദിച്ചു ഏത് കാശ്, നിന്റെ ഏത് കാശ്? അപ്പൊ നിന്നെ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോകണം. ഓൾറെഡി ഈ പുള്ളിക്കാരനെ ചീത്ത വിളിച്ചിട്ട് അജിറ്റേറ്റഡ് ആയി ഇരിക്കുന്ന അടുത്ത സെക്കൻഡിലാണ് പുള്ളി അവരെന്റെ അടുത്തുണ്ട് വിളിക്കുന്നു. എന്റെ വായിൽ നിന്ന് ഞാൻ ചീത്ത വിളിച്ചു കാര്യം ഞാൻ വിളിച്ചെന്ന് തന്നെ പറയും. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്നെ വിളിക്കുന്നുണ്ട്. അത് പക്ഷെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്കത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ പുള്ളിക്കാരി ചീത്ത വിളിക്കുന്നുണ്ട്, അത് കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യമുണ്ട്. ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചീത്ത വിളിച്ചിട്ട് എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിന്നെ ഈ വോയിസ് വെച്ചിട്ട് എന്ത് ചെയ്യും? അവളുടെ എന്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്, ഈ പുള്ളിക്കാരെ ചീത്ത വിളിക്കുന്ന വോയിസ് വെച്ചിട്ട് ഞാൻ അവളെ കൊണ്ട് കംപ്ലൈന്റ് കൊടുപ്പിക്കും. അതിന് മുന്നേ തന്നെ ഞാൻ കൊണ്ടുപോയി എന്ത് ചെയ്തു, ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. സാർ എന്നെ ഇങ്ങനെ ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതേ വ്യക്തമായിട്ട് എന്റെ ആ റെസീറ്റും കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട്. വ്യക്തമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ തുമ്പ പോലീസ് സ്റ്റേഷൻ കമ്മീഷണറിൽ പോയിട്ട് പറഞ്ഞിട്ട് ഇവരെന്നെ ത്രെട്ടൻ ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ വോയിസ് വെച്ചിട്ട് നിനക്ക് എഗൻസ്റ്റ് ഇടുമെന്ന് തന്നെ പറഞ്ഞു. അത് തന്നെ അവരെന്ത് ചെയ്തു. അതിനുശേഷം ഞാൻ കംപ്ലൈന്റ് കൊടുത്തിന്. അവർ ജനുവിനാണെങ്കിൽ എന്തുകൊണ്ട് വരുന്നില്ല പോലീസ് സ്റ്റേഷൻ? അത് വിളിച്ച് വന്നില്ലല്ലോ. എടാ നിങ്ങൾ ഇപ്പൊ ബ്രോന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, ബ്രോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വരൂ പോലീസ് സ്റ്റേഷനിൽ. നിങ്ങൾ ശരിയാണെങ്കിൽ ഞാൻ അതാ ചെയ്തത്. എന്തുകൊണ്ട് അവർ ചെയ്തില്ല, വന്നില്ല? ഇതിലോട്ട് വരാത്ത എന്തേ? ഞാൻ ചോദിക്കാം, എന്തുകൊണ്ട് വരുന്നില്ല? അത് വരണ്ടേ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ വേദലക്ഷ്മിയെ കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് എഗൻസ്റ്റ് പോസ്റ്റ് ഇട്ടേക്കുന്നു. മനസ്സിലായില്ലേ? കുണ്ട്രയിലുള്ള ഞാൻ കൊല്ലം കുണ്ട്രയിലെന്ന് എത്ര പേര് ചോദിച്ചെന്നറിയോ ഇത് എന്താ സംഭവം? ഞാൻ പിന്നെ ആ സമയത്ത് പ്രതികരിക്കാൻ പോയില്ല. പാർട്ടി എന്റെ അടുത്ത് പറഞ്ഞ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം ആ സമയത്ത് വിവാദം വേണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ഈ പുള്ളിക്കാർ ആ സമയത്ത് പെരുമ്പാറ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയേണ്ടത് ഇതേപോലെ ഞാൻ എന്തോ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ടിരുന്നു, ഇതേപോലെ എന്തോ ഫണ്ട് കൊടുക്കാനുണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞൊരു കംപ്ലൈന്റ്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറിന് ചോദിച്ചു, സർ വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ ചോദിക്കാം, ബ്രാൻഡ് അംബാസഡർ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിനൊരു ലീഗൽ എഗ്രിമെന്റ് ഉണ്ടോ ഞാനും വേദലക്ഷ്മിയും തമ്മിൽ? അതൊന്ന് കാണിക്കാവോ? രണ്ടാമത്തെ ഒരു കാര്യം, ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട് ഞാനാണ് ആദ്യമേ പോയി കംപ്ലൈന്റ് കൊടുത്തത്. അത് മാത്രമല്ല ഈ പറഞ്ഞ കണക്ക് ഈ എന്താണ് ഫണ്ടിന്റെ കാര്യം ഇവര് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നതായിട്ട് സാധനം ഒന്ന് കാണിക്കാവോ? പിന്നെ ഈ വോയിസ് പുള്ളിക്കാരി കേൾപ്പിക്കുന്നുണ്ടല്ലോ, ചീത്ത വിളിക്കുന്ന വോയിസ് മാത്രം കേൾപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കാരി റോബിൻ എനിക്ക് തരാനുള്ള ഇത്ര രൂപ എനിക്കൊന്ന് തരാവോ, എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇങ്ങനെ ഒരു വോയിസ്. അങ്ങനെ സാധാരണ നമ്മൾ ഫണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബ്രോ എന്റെ ഇത്ര രൂപ കൊണ്ട് തരാൻ പറ്റുമോ, എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയണമല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ഒരു വോയിസ് ഇല്ല? ലക്ഷ്മി ഞാൻ ചോദിക്കും, സിമ്പിൾ ആയിട്ട് ചോദിക്കും, ലോജിക്ക് ചോദിക്കും. ബ്രോ ഞാനിത് ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് വേറെ. ഇപ്പൊ ഒരാൾ മാത്രം സംസാരിക്കുന്ന, ഞാനിപ്പോ റീസെന്റ് ഒരു വീഡിയോ ഇട്ടില്ലേ, ഞാൻ എന്താ ഇട്ടത്? എല്ലാരും പറയുന്നു ഞാൻ BJP-ക്കാരനായതുകൊണ്ട് ഞാനൊരു വർഗീയവാദിയാണെന്ന്. ഞാൻ വർഗീയവാദിയല്ല. ഞാൻ എവിടെ വർഗീയത പറഞ്ഞിട്ടുണ്ട്? പൊതുവെ BJP-ക്കാർ വർഗീയവാദികളാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ ഒരു കാര്യം ആ സുഹൃത്തിന്റെ അടുത്ത് ഞാൻ ആ സമയത്ത് എന്റെ അടുത്ത് എന്തോ കാര്യം ചോദിച്ച സമയത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. മനസ്സിലായില്ലേ? പൊതുവേ പറഞ്ഞു, എല്ലാരും പറയാറില്ലേ? ഞാൻ ചോദിക്കും, പൊതുവെ സോഷ്യൽ മീഡിയ പറയാറുണ്ടോ BJP-ക്കാരെല്ലാരും വർഗീയവാദിയാണെന്ന്? പറയാറുണ്ടോ? പറയാറുണ്ടല്ലോ. ഇല്ല പറയാറുണ്ട്. അല്ല ഞാൻ ചോദിച്ചത്, ഒരു വർഷം മുന്നേ ഞാൻ BJP ജോയിൻ ചെയ്യുന്നത് മാർച്ച് എത്രാം തീയതി? 3-ാം തീയതി. മനസ്സിലായില്ലേ? അതിനുശേഷമാണ് ഞാൻ പറയാം, അതിൽ പറയുന്നുണ്ട്, ആ വോയിസ് വ്യക്തമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ABCD അറിയത്തില്ല. എനിക്ക് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ല, പക്ഷെ ആഗ്രഹമുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? അതിനുശേഷം ഇപ്പോഴാണ് സിൻസിയറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ആ സമയത്ത് വർഗീയവാദികളാണ് എന്ന് പൊതുവെ ആൾക്കാർ പറയുന്ന കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതവിടെ റോബിൻ ഇത് അവരുടെ ഇന്റൻഷൻ അതാണല്ലോ. ഞാനിപ്പോ BJP പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞിട്ട് കഴിഞ്ഞ ഈ പറഞ്ഞ എന്താണ് നമ്മുടെ പ്രൊട്ടസ്റ്റിനൊക്കെ പോയ വീഡിയോസ് എല്ലാം അത്യാവശ്യം വൈറലാണ്, എല്ലാ ആൾക്കാരിലേക്ക് എത്തി ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്തു എന്നുള്ള. അത് കുറെ പേരൊക്കെ എന്ത് ചെയ്തില്ല, പിടിച്ചിട്ടില്ല. അത് പിടിക്കാത്ത പലരും എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് മറ്റുള്ള പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല മതത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്കറിയാം ഈ ഒരു സാധനം ഇപ്പൊ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഈ രീതിയിൽ ഒരു അറ്റാക്ക് വരും. ഞാൻ ഇപ്പോഴും പറയുന്നു, പൊതുവെ നോർമലി കേരളത്തിൽ സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, BJP-ക്കാർ വർഗീയവാദികളാണെന്ന് പറയാറുണ്ട്. എന്നെ പോലും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ റോബിന്റെ ആദേശം വർഗീയവാദിയാണെന്ന്. ഞാൻ റീസെന്റ് ആണ് ഞാൻ വീഡിയോ ചെയ്തത്. ഞാൻ ഒരിക്കലും വർഗീയത പറഞ്ഞിട്ടില്ല, ഞാൻ വർഗീയവാദി അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ എന്ത് ചെയ്ത പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ആ പറഞ്ഞ കാര്യങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന കോൺവെർസേഷൻ ഏത് രീതിയിൽ വേണമെങ്കിൽ ഇതിനൊരു മറുപക്ഷം ഉണ്ടല്ലോ. ഇതിൽ ഞാൻ പറയുമ്പോൾ വേറൊരു പക്ഷമുണ്ട്, ഇതിലുണ്ട്. എന്തുകൊണ്ട് അതില്ല? ഞാൻ പറയുന്ന മാത്രം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു സൈഡ്, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്ങനെ എന്റെ കയ്യിൽ പ്രൂവ് ചെയ്യാൻ ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല. ഞാൻ അബിൽ ദേവിനോട് സംസാരിച്ചു.
ഇപ്പോഴും നോട്ട് ചെയ്യണം, ഇതിന്റെ മുഖ്യ പ്രതിയായിട്ടുള്ള അബിൽ ദേവിന്റെ കൂടെ സംസാരിച്ച വോയിസുകളാണ് ഈ വരുന്നത്. അയാൾ എന്നെ പറഞ്ഞ് ത്രട്ടൻ ചെയ്ത മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മാസങ്ങൾക്ക് മുന്നേ എന്നെ ഇതേപോലെ വോയിസ് എല്ലാം വെച്ച് ത്രട്ടൻ ചെയ്ത് നിന്നെ നിന്ന് ഞാൻ ഫണ്ട് വാങ്ങും എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അയാളുടെ കൂടെ സംസാരിച്ച, അല്ല വേദലക്ഷ്മിയോടെ ഈ പറഞ്ഞമാരെ ഈ ആനന്ദൂരോടെ സംസാരിച്ചല്ല, ഈ പറഞ്ഞ അബിൽ ദേവിന്റെ കൂടെ സംസാരിച്ച കാര്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇയാൾ ചെയ്തിരിക്കും. ഇയാൾ ഇനിയും അത് ചെയ്യും. ഈ പറഞ്ഞ ഈ വേദലക്ഷ്മിയെ കൊണ്ട് ഇയാളാണ് ചെയ്യിപ്പിക്കുന്നത്. അബിൽ ദേവാണ് ഇതിന്റെ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം അയാളെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത ഒരു വോയിസ് ഇട്ടത്. മനസ്സിലായില്ല? അയാൾ അത്രയും ചെയ്തു. അയാൾ ഇന്നേ ഒരു കേസ് കൊടുത്ത് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലല്ലോ. ഈ പറഞ്ഞ വേദലക്ഷ്മിയും ഇയാളും ഒരുമിച്ചാണുള്ളത്. നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മനസ്സിലായി? ഇവർ ഒരു ടീമായിട്ടാണ് ഈ കാര്യം ചെയ്തത്. ഇപ്പൊ അതിന്റെ കൂടെ അനന്തും കൂടെ വന്നിട്ടുണ്ട്. ബ്രോ, എന്ത് വന്നാലും ഞാൻ അത് ലീഗലി ഫേസ് ചെയ്യാൻ റെഡിയാണ്. എന്താണ് ആരോപണം വരുന്നത്? ഒരാള് ബ്രോ നീയും നിന്റെ ഒരു ക്ലോസ് ഫ്രണ്ടും കൂടെ സംസാരിക്കുന്ന ഒരു കാര്യം, അത് ഒരു വർഷം കഴിഞ്ഞിട്ട് അവൻ അത് എടുത്ത് പുറത്തിടുകയാണ്. അപ്പൊ നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യത്? നീ പറഞ്ഞ രീതിയിലല്ല അവൻ നിന്നെ ത്രട്ടൻ ചെയ്യണം. നീ കാശ് തന്നില്ലെങ്കിൽ, നീ എനിക്ക് 5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ, എടാ നീ അന്ന് പറഞ്ഞ കാര്യമുണ്ട്, ആ പെങ്കൊച്ചിനെ പറ്റി പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഞാൻ എടുത്ത് ഇടുമെന്ന് നിന്റെ അടുത്ത് പറയണേ എങ്ങനെ ഇരിക്കും? ഞാൻ പെങ്കൊച്ചിനെ പറഞ്ഞതല്ല പറയുന്നത്. ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് എന്റെ ലാസ്റ്റ് പ്രസ് കോൺഫറൻസ്. ഫെബ്രുവരി 1 താങ്കൾ മാപ്പ് പറഞ്ഞത്, പിന്നെ ഫെബ്രുവരി 17 കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു കാര്യം കേൾക്കുന്നു. അതെ, എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ വിളിച്ച് വരുത്തി ഇവരെന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാ. അയാളുടെ വീട്ടിൽ വരണമെന്ന് എന്റെ അടുത്ത് പെരുമ്പാറ് വരണമെന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചെന്ന് അയാളുടെ വീട്ടിൽ പോയി അവിടെ വെച്ച് വേദലക്ഷ്മിയാണ് എന്ത് ചെയ്ത് ആ വീഡിയോ എടുത്തത്. വേദലക്ഷ്മി വീഡിയോ CCTV ഉണ്ട്, നിങ്ങൾ ഫുട്ടേജ് ചെക്ക് ചെയ്ത്. ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ എന്നെ കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. എങ്കിൽ നിന്റെ ഇലക്ഷൻ ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല, ഇലക്ഷന് ഞാൻ നിന്നെ ഉപദ്രവിക്കും. ഇപ്പൊ ചെയ്യുന്നില്ല, ഇപ്പൊ ഈ ഉപദ്രവം ചെയ്യുന്നില്ലേ, ഇപ്പൊ വോയിസ് ഇടുന്നു, അത് ചെയ്യുന്നു. ഈ ഉപദ്രവം അന്ന് ചെയ്യൂല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, അതായത് വേറെ ആൾക്ക് ഫണ്ട് കൊടുത്തതാണ് റോബിൻ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് പിന്നെ എന്തിനാണ് ഫെബ്രുവരി 17 മനസ്സിലായില്ല? ഇലക്ഷന്റെ സമയത്ത് എനിക്കൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് സീറ്റ് കിട്ടൂല. മനസ്സിലായി? ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേരിൽ ഒരു ഫിനാൻഷ്യൽ സംഭവം വന്നു. ഇതേപോലെ ഇപ്പൊ ഈ നടക്കുന്ന സാധനം ഇല്ലേ, ഇതിപ്പോ ഈ നടക്കുന്ന സാധനം ഇലക്ഷന് മുന്നേ ആയിരുന്നെങ്കിൽ എന്നെ എടുക്കും. ഞാൻ കോമൺ സെൻസ് ചോദിക്കാം, എന്നെ എടുക്കും? ഇല്ല. അവ പറഞ്ഞു നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിന്നെ ഇതിലേക്ക് എന്ത് ചെയ്തില്ല, ഇലക്ഷൻ സമയത്ത് എന്ത് ചെയ്യത്തില്ല. പിന്നെ ഇവരെന്താ വിചാരിച്ച എന്റെ ഇലക്ഷൻ സമയത്ത് എനിക്ക് എന്തോ കോടിക്കണക്കിന് രൂപ കിട്ടുമെന്നാണ് ഇവരെന്ത് ചെയ്ത് വിചാരിച്ചത്. എന്റെ അടുത്ത് പറഞ്ഞാൽ നിനക്ക് കിട്ടും. ഞാൻ ചോദിച്ചു എനിക്ക് കിട്ടുമോ, ചോദിച്ചു എനിക്ക് അങ്ങനെ കിട്ടുമോ, കോടിക്കണക്കിന് രൂപ കിട്ടുമോ? ഇയാൾ എന്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ നടക്കുന്നത്, കൂടെ നടന്ന് തോളിലിട്ടിട്ട് ബാക്കിൽ നിന്ന് കുത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഈ മറ്റേ റീൽസിലൊക്കെ കാണുന്ന ഈ സാധനമാണ്. ഈ അബിൽ ദേവ് എന്റെ അടുത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, പച്ചയ്ക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായ? അത്രേ ഉള്ളൂ. അബിൽ ദേവ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കൾപ്രേറ്റ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വേദലക്ഷ്മി എന്ത് ചെയ്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ടീമായിട്ട് ഈ പറഞ്ഞ ഡ്രേക്കും ഇവരെല്ലാം കൂടി ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കും. ഇനി നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ 3 പേരുടെ പറയാം, നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ ഈ പറഞ്ഞത് നേരിട്ട് പോയി ലീഗലി പോയി എന്ത് ചെയ്യുക, നിങ്ങൾ ഫേസ് ചെയ്യുക. ഞാൻ കൊടുത്ത കംപ്ലൈന്റ് വരിക, നിങ്ങൾ വന്ന് സംസാരിച്ച് എന്റെ അഡ്വക്കേറ്റുമായിട്ടാണ് ഞാൻ വന്നത്, ചുമ്മാ അല്ല പോയത്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ബ്രോന് ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, ബ്രോന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ കള്ളുണ്ടെങ്കിൽ ബ്രോ ആദ്യമേ പോയി കംപ്ലൈന്റ്, ഞാൻ പോയി എന്നെ പിടിച്ചോന്ന് പറഞ്ഞ് പിടിക്കുമോ? ഇല്ലല്ലോ. ആദ്യമേ പോയി കൊടുത്ത് ആ പറഞ്ഞ ആളിനെ വിളിച്ച് വരുത്തി എന്തുകൊണ്ട് അവർ വരുന്നില്ല? ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇന്ന് രാവിലെ 10 മണിക്ക് 2 പേരെ വിളിച്ചോ, വന്നിട്ടില്ല. അവരുടെ ആവശ്യമാണ്, അവരുടെ ആവശ്യമാണ്, അവരെന്ത് വരാത്ത? രണ്ടാമത്തെ കാര്യം, സ്റ്റോറി ഇട്ടേക്കാണ് 4 മണിക്ക് ഇവിടെ ഞാൻ വന്നേക്കാം, പലപ്പുഴ ചായ. അപ്പൊ ഇവിടെ വരാൻ സമയമുണ്ട്, 500 മീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വരാൻ സമയമില്ല അല്ലേ? പോലീസ് കാണുന്നുണ്ടല്ലോ അല്ലേ? അത്ര ഒരിക്കലും ഇല്ല. അവർക്ക് കാര്യങ്ങൾ അറിയാലോ. ഇപ്പൊ എന്റെ അടുത്ത് ഒരു മനുഷ്യൻ പോലും, ഒരാള് പോലും എന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇതിനെ പറ്റി സംസാരിച്ചില്ല. കാരണം ഇത് കഞ്ഞി കുടിക്കുന്ന ആൾക്ക്, ചോറ് ഇന്നുന്ന ആൾക്കാരൊക്കെ അറിയും ഇത് ഒരാളെ ടാർഗറ്റ് ചെയ്ത് അയാളെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അയാളെ ഇനി പാർട്ടി പ്രവർത്തനം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അയാളെ ആക്കണം എന്നുള്ള ഒറ്റ മെന്റാലിറ്റിയിൽ ഗ്രൂപ്പായിട്ടുള്ള എക്സ്റ്റോഷോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്, ഒരു ആക്കുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഒരാളിനെ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്ത് എക്സോഷൻ, അതെ എക്സോർഷൻ എന്ന് പറഞ്ഞ സാധനം. മനസ്സിലായില്ലേ? ഞാൻ ഇത് കേട്ടിട്ടില്ല, എനിക്ക് സംഭവം അറിയത്തില്ല. ഇത് എക്സോർഷൻ എന്ന് പറഞ്ഞ സാധനോട് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇവരുടെ ഇന്റൻഷൻ എന്താണ്? എന്നെ അങ്ങ് നന്നാക്കാൻ എന്നാണ്. നീയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ അങ്ങ് ഭയങ്കര നന്നാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ശരിയാണ്, സത്യസന്ധനാണെങ്കിൽ ലീഗലി പോവുക. ഞാൻ അവിടെ വരാം, ഞാനല്ലേ കൊടുത്ത്, നിങ്ങൾ വാ. ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? നിങ്ങൾ ഇത് വീണ്ടും ആദ്യമേ ചോദിക്കുന്നത് എന്താണ്? ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഇത് ട്രാൻസാക്ഷൻ നടക്കുകയല്ലേ, ബാങ്ക് വഴിയല്ലേ നടക്കുന്ന. ഇപ്പൊ ബ്രോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചോദിക്കാം. ബ്രോ എനിക്കൊരു 500 രൂപ എനിക്ക് തന്നു, എന്റെ അടുത്ത് പറയാം ഒരു 10 ദിവസം കഴിഞ്ഞ് തരണം എന്ന് പറയാം. എന്നിട്ട് ബ്രോന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ട് തന്നിട്ട് പറയാം, അല്ലെ ജിപേ തന്നിട്ട് അതിലേക്ക് ഇട്ടാൽ മതി എന്ന് പറയാം.
ഞാൻ എന്ത് ചെയ്തു, ബ്രോ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇട്ട്. നാളെ ഒരു സമയത്ത് ബ്രോ എന്റെ അടുത്ത് വന്നു, ഒരു വർഷം കഴിഞ്ഞിട്ട് നീ എനിക്ക് അന്ന് ഒരു 500 രൂപ തരാനുണ്ട്, നീ എനിക്ക് തന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ബ്രോയല്ലേ എനിക്ക് അന്ന് ആ ഫ്രണ്ട്, നിനക്ക് ഞാനല്ലേ തന്ന, നീ എനിക്കല്ലേ ഇട്ട് തരേണ്ടത്, അതിന്റെ 500 രൂപ ഇട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഞാൻ കൊടുത്തു. ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതാണ് ഇവിടെ നടക്കുന്നത്, മനസ്സിലായില്ലേ? എനിക്ക് ചോദിക്കേണ്ട ഒറ്റ ചോദ്യമില്ല, കാശ് കൊടുക്കാനുള്ള വേദലക്ഷ്മി ഇന്നവർ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നിട്ടില്ല. ഈ പറഞ്ഞ കണക്ക് ആ വോയിസ്, ആ പെർട്ടിക്കുലർ വോയിസ് ചോദിക്കാൻ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ബ്രോ പറ്റിനോട് ചോദിച്ചത്, അത്രേ ഉള്ളൂ. ആ വോയിസിന്റെ പറയില്ല ഇത്ര, ആ വോയിസ് മാത്രം. കാരണം ആ കംപ്ലൈന്റിൽ, പോലീസിൽ കൊടുത്തേക്കുന്ന കംപ്ലൈന്റിൽ ജനുവരി 31 പ്രത്യേകിച്ച് ഞാൻ ഈ വോയിസ്, കാരണം അഭിദേവന്റെ അടുത്ത് പറഞ്ഞു ഇനി ഈ വോയിസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ കൊണ്ട് കേസ് കൊടുപ്പിക്കുന്നു പറഞ്ഞു. അത് തന്നെ ഞാൻ എന്ത് ചെയ്ത് ചോദിച്ചു. പിന്നെ അതുപോലെ കാര്യം വെച്ചാൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പം ഭീഷണിപ്പെടുത്തി ഒരു വീഡിയോ എടുത്തു അത് മൾട്ടിപ്പിൾ ടൈംസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു താങ്കൾ ഒരു 90,000 രൂപ. ബ്രോ ഈ വ്യക്തി എങ്ങനെയെന്നറിയോ? ഈ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്ത് ഈ കേക്ക് ഞാൻ പറഞ്ഞത്, ഈ വ്യക്തിക്ക് വീഡിയോന്റെ കാര്യം പറഞ്ഞില്ല, 90,000 പറഞ്ഞ വീഡിയോ, ആ വീഡിയോ ഇപ്പൊ എങ്ങനെ ബ്രോ അറിഞ്ഞു? ഞാൻ ചോദിച്ചത്, ആ വ്യക്തി എന്റെ അടുത്ത് ആവശ്യപ്പെട്ട് ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ എന്റെ അടുത്ത് ആ വ്യക്തി, എനിക്കിപ്പോ പ്രാന്തില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്ത് അയച്ചു നീ കാശെന്ന, അയാൾ എന്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന, എനിക്കും ഈ അഭിദേവിനും അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന ആ ഒരു വീഡിയോ ബ്രോന് എങ്ങനെ അറിയാം? ബ്രോ എങ്ങനെ അറിയാം? നമ്മുടെ ജോലിയാണ്, നമ്മുടെ ജേർണലിസ്റ്റ് ആണല്ലോ. ആ പുള്ളിക്കാരന്റെ അച്ഛൻ വന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ അല്ലേ? ആ പുള്ളിക്കാരൻ മനസ്സിലായല്ലോ അല്ലേ? എന്ന് വെച്ചാൽ എനിക്കും ആ വ്യക്തിക്കും അറിയാവുന്ന ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ള അയച്ചു കൊടുത്തിട്ടുള്ള സംഭവം പുള്ളിക്കാരൻ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ അറിഞ്ഞു ബ്രോ? പറയൂ ബ്രോ. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ആ അഭിദേവന്റെ അച്ഛനായിരിക്കും വന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി ആരാ നിങ്ങളുണ്ട ഇതൊക്കെ ഇടണേ? ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അതായത് ഈ പെരുമ്പാവൂർ വീട്ടിൽ വെച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് വീഡിയോ, അത് നമ്മുടെ ഈ കേസ് കൊടുത്ത ടൈമിൽ തമ്മിൽ അത് കഴിഞ്ഞിട്ടാണോ? അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കേസ് കൊടുത്തത്. 2 കേസ് അത് കഴിഞ്ഞിട്ടാണ് കേസ് കൊടുത്തത്. അത് കഴിഞ്ഞ് കേസ് കൊടുത്തതിന് ശേഷം ഇവർ ഇലക്ഷന്റെ സമയത്ത് വീണ്ടും എന്നെ ത്രെട്ടൻ ചെയ്യിപ്പിച്ച് എന്റെ അടുത്ത് ജനറൽ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു അവരെ പോയി കാണണമെന്ന് എന്നെ വിളിച്ച് സാറ് പറഞ്ഞു. എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇപ്പൊ ഈ സമയത്ത് ഒരു അലിഗേഷൻ വരാൻ പാടില്ല, റോബിനെ പോയി കാണണമെന്ന് പറഞ്ഞ് ഞാൻ ഹോളിഡേയിൽ സാറ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, പോയി കണ്ടു. അന്നും ഈ വേദലക്ഷ്മി ഉണ്ടായിരുന്നു. അവിടുത്തെ CCTV പരിശോധിച്ച് അറിയാൻ പറ്റും ഇതേപോലെ നിപ്പുണ്ട്. പറയടാ, അന്ന് 36 പറഞ്ഞത് പിന്നെ 45 ഫോഴ്സ്ഫുള്ളി ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഗതികേടാണ്. ഒരു പക്ഷേ ഞാൻ ജയിച്ചു പോയ MLA അല്ലേ, ആ സമയത്ത് പിന്നെ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അവൾ പറയുന്നൊക്കെ കേൾക്കേണ്ടി വരും. എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഇതേപോലെ ഒരു ഇലക്ഷന് വരിക. നമ്മൾ സാധാരണക്കാരൻ, ഞാൻ കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്, നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട്. അത് ചെയ്യാൻ വേണ്ടി ഒരു പടിപടിയായിട്ട് പോകുമ്പോൾ ഇതേപോലത്തെ ഓരോ ആൾക്കാർ വന്ന് ഇത് ചെയ്യും, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ഇവരിനി അടുത്ത പ്രസ് മീറ്റോ എന്ത് കൊടുക്കുന്നതിന് മുന്നേ ആണെങ്കിലും അവരെന്ത് പ്രസ് മീറ്റ് എന്ത് നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾ ലീഗലി ഒരു പ്രാവശ്യം വന്ന് കണ്ട് നിങ്ങളെ കാര്യങ്ങൾ സംസാരിക്കുക. അതാണോ നിങ്ങളുടെ ഇന്റൻഷൻ? അതേ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അങ്ങ് നശിപ്പിച്ച് നാരായണക്കല്ല് എടുക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ ഇന്റൻഷൻ എന്നുള്ളത് നിങ്ങൾ നിങ്ങളിപ്പോ കേസ് കൊടുത്ത സമയത്ത് അവര് പ്രതികളല്ലേ? അതെ. അപ്പൊ അവര് പ്രതികളാവുന്ന സമയത്ത് ശരിക്കും അവരെ പോലീസ് അവർ കൊണ്ടുവരില്ലേ? അത് ലീഗലി അവര് പോലീസ് നോക്കേണ്ട കാര്യമാണ്. അതിപ്പോ ഞാൻ എന്ത് പറയാൻ, ഞാൻ വീണ്ടും കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ ഓൾറെഡി അവിടെയും കംപ്ലൈന്റ് യൂസ് ഇവരൊക്കെ ഇന്നൊന്നും തുടങ്ങിയതല്ല. ജനുവരിയിലെ ഞാനാണ് പോയി കംപ്ലൈന്റ് കൊടുത്തത്. അന്ന് അവർ വന്നില്ല. ഇന്നും കംപ്ലൈന്റ് കൊടുത്തു, ഇന്നും വന്നില്ല. ഞാൻ എന്ത് പറയാനോ? അതൊക്കെ അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസ് വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോഴത്തേക്ക് ആ പുള്ളിക്ക് പറഞ്ഞെന്താണെന്നറിയോ, എനിക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട്, ഞാനങ്ങനെ റോബിനെ പോലെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല, എനിക്ക് അവിടെ എവിടെയൊക്കെ പോകാനുണ്ടെന്ന് എൻ്റെ അടുത്ത് വീഡിയോ ഇട്ടത് ഇത് ഞാൻ കൊടുത്ത സമയത്ത്. എന്നിട്ട് ഇന്ന് പോസ്റ്റ് ഇട്ടേക്കാണ്, കാരണം ഇന്ന് താണ്ട് പോസ്റ്റ് ഇട്ടേക്കാണ് 4 മണിക്കല്ലേ സംഭവം. ഞാൻ അവിടെ വരുന്നുണ്ട് പരുപ്പിഞ്ചാണ്. അപ്പൊ അവിടെ വരെ ഇവിടെ ഈ പാലാരിവട്ടത്ത് ഇവിടെ വരെ വരാൻ പറ്റുന്ന ആളിന് 500 മീറ്റർ അപ്പുറത്ത് വരാൻ വയ്യ. എന്റെ വരാൻ വയ്യാത്ത ചോദിക്കാൻ ഞാൻ സിമ്പിൾ ചോദ്യമല്ലേ ബ്രോ. ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് ഇന്നലെ. ഇന്നലെയാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തത്. ഇന്ന് 10 മണിക്ക് വിളിച്ചു, അവര് വന്നില്ല. ഇനി എപ്പോ വരുമെന്ന് അറിയത്തില്ല, മനസ്സിലായി? ഇവിടെ വരാം. അല്ല, അതാ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷമാണ് ഇലക്ഷൻ നടന്നത്. ഇലക്ഷൻ ഭാഗമായിട്ട് ഞാൻ അതിന് തിരക്കായിരുന്നു, അറിയില്ല. ഇലക്ഷന്റെ സമയമാകുമ്പോൾ നമുക്ക് ഒന്നിനും തിരിഞ്ഞു നോക്കാമേ. ഇലക്ഷന്റെ സമയത്താണ് എന്റെ അമ്മയ്ക്ക് ബയോപ്സിയിൽ ക്യാൻസറിന്റെ റിപ്പോർട്ട് വരുന്നത്. ഞാൻ പിന്നെ ഇലക്ഷന്റെ സമയം തൊട്ട് അമ്മയുടെ കാര്യത്തിൽ പിറകിലായിരുന്നു, മനസ്സിലായില്ലേ? എനിക്ക് എന്റെ അമ്മയാണ് ഇമ്പോർട്ടന്റ്, എന്നെക്കാട്ടി ഇമ്പോർട്ടന്റ് എന്റെ അമ്മ. ജൂലൈ 3 എന്റെ അമ്മ മരണപ്പെടുകയും ചെയ്തു, മനസ്സിലായി? അതിനുശേഷമാണ് ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, മീൻസ് പ്രൊട്ടസ്റ്റ് ആണെങ്കിലും പാർട്ടി വൈസ് ആണെങ്കിലും ഇറങ്ങാൻ തുടങ്ങിയത്. ഇത് പ്യൂർലി ഞാൻ പറഞ്ഞില്ലേ, ഇവരിത് പലപ്പോഴും ഈ പറഞ്ഞ മുന്നേ ചെയ്യുമെന്ന്, എന്നെ ത്രെട്ടൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ആ കംപ്ലൈന്റ് കൊടുത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്തു. ഞാനിത് പിന്നീട് എല്ലാം ചെയ്യുന്നത് ഇവര് എന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് എന്നെ ത്രെട്ടൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ സംഭവം ചെയ്യുന്നില്ലേ? ഇതെന്നെ പല പ്രാവശ്യം ഞാൻ കഷ്ടപ്പെട്ടല്ലേ ഇത് എന്റെ ഒരു പേര് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി വരുന്നത്. അത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവര് പറയുന്ന കാശ് ഞാൻ കൊടുക്കണം, മനസ്സിലായില്ലേ? ഇത് രണ്ടിനും
ഞാൻ റെഡിയല്ല, ഞാൻ ഇത് ഫൈറ്റ് ചെയ്യും, ലീഗലി തന്നെ ഫൈറ്റ് ചെയ്യും. സോഷ്യൽ മീഡിയ കോർട്ടല്ല, നമ്മുടെ നിയമം ഉള്ള നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും ലീഗലി നമ്മൾ മൂവ് ചെയ്ത് അത് ലീഗലി ഫൈറ്റ് ചെയ്ത് ലീഗലി ഇതിനുള്ള കാര്യങ്ങൾ ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തും. കാരണം ഒരുപാട് പേരുടെ ലൈഫ് ഇതേപോലെ സോഷ്യൽ മീഡിയ കാരണം നശിച്ചു പോകുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലുള്ള ഇപ്പൊ ഈ പറഞ്ഞ അനന്തുവിനൊക്കെ എന്ത് ബാക്ക്ഗ്രൗണ്ട് ആണോ എന്തോ ഈ പറഞ്ഞ കോർട്ടായിട്ട് അല്ലെങ്കിൽ കോടതിയായിട്ട് വന്നിരുന്ന് ഇതേപോലത്തെ കാര്യങ്ങൾ സംസാരിക്കാം. എനിക്കറിഞ്ഞൂടാ. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി പോസ്കോ കേസിൽ പ്രതിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിക്കും, അനന്തു സുർജിത്തിനെ പറ്റി ഒന്ന് അന്വേഷിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ ആദ്യം അന്വേഷിക്കും. ഇവൻ ആരെ ഈ പറഞ്ഞ കണക്ക് വന്ന് എന്റെ അടുത്ത് ഒന്ന് കാശ് ചോദിച്ച് നടക്കാത്ത കാര്യം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് ഈ പറഞ്ഞ കണക്ക് എന്റെ ഭാഗ്യത്തിന് അന്ന് എപ്പോഴോ കിടന്ന ഒരു 10,000 രൂപ കിടന്ന സാധനമാണ് എന്ത് ചെയ്താൽ ഞാൻ പിന്നീട് നോക്കുമ്പോഴേ കാണുന്നത്. എന്റെ ഇവിടെ ഇരുന്നിട്ടാണ് എന്റെ അടുത്ത് എന്ത് ചെയ്താൽ ഞാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് കോസ്റ്റ്ലി ആണ്, ഇച്ചിരി ചെലവാകും. അപ്പൊ ഞാൻ പറയാം എന്റെ ചെലവ് ചെയ്യാൻ അത്രയൊന്നും ഇല്ല. അപ്പൊ അങ്ങോട്ട് പോയപ്പോ അവിടെ നിന്ന് എന്ത് ചെയ്ത് പറയാൻ അപ്പുറത്ത് പോയി അവിടെ നിന്ന് ഇപ്പൊ ചെയ്യുന്നത് അത്രേ ഉള്ളൂ. ഇവിടെ ഇൻഡസ്ട്രി വേറെ നശിപ്പിക്കുക നടക്കൂല. അതുപോലെ ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവണ യുദ്ധം എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതിനെപ്പറ്റി ഒന്നും ഇങ്ങനെ കേട്ടുമില്ല. ഇല്ല, അടുത്ത ആഴ്ച കുളിച്ച് ഒന്ന് എണീറ്റതിന് ശേഷം അതിന്റെ കാര്യങ്ങൾ വർക്ക് തുടങ്ങും. അടുത്ത ആഴ്ച എനിക്കൊന്ന് അടുത്ത തിങ്കളാഴ്ച നീ കാണണം.